നമസ്കാരം. PSC ചെയർമാനും അംഗങ്ങൾക്കും നൽകിവരുന്ന അതിഭീമമായ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നിവരെക്കാൾ ഉയർന്ന ശമ്പളമാണ് PSC അംഗങ്ങൾക്ക് നൽകുന്നത്. 2025 ശമ്പള പരിഷ്കരണം പ്രകാരം PSC ചെയർമാന് 4.10 ലക്ഷം രൂപയും അംഗങ്ങൾക്ക് 4 ലക്ഷം രൂപയുമാണ് മൊത്ത ശമ്പളം. പ്രധാനമന്ത്രിക്ക് 2.80 ലക്ഷം രൂപയും മുഖ്യമന്ത്രിക്ക് 1.85 ലക്ഷം രൂപയും മാത്രമാണ് ശമ്പളമെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കോണത്തുകുന്നിൽ 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര സ്വദേശി മണലിപ്പറമ്പിൽ ഷഫീറിന്റെ മകൻ സാരിസാണ് മരിച്ചത്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ആളുകൾ കുടുങ്ങിയതായി സംശയം. നിരവധി രക്ഷാസംഘങ്ങൾ സ്ഥലത്തെത്തി തിരച്ചിൽ ഊർജിതമാക്കി. കൊടുങ്ങല്ലൂർ അഴീക്കോട് അഴിമുഖത്ത് മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്നതിനിടെ വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് അപകടം. വള്ളത്തിനുള്ളിലേക്ക് തെറിച്ചു വീണ 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. കോണത്തുകുന്നിൽ 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര സ്വദേശി മണലിപ്പറമ്പിൽ ഷഫീറിന്റെ മകൻ സാരിസാണ് മരിച്ചത്. രാവിലെ 8:30 അപകടം. അപകടത്തെ തുടർന്ന് വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രമേശ് മാടത്തിങ്കലിന്റെ നേതൃത്വത്തിൽ ആംബുലൻസിൽ സാരിസിനെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ആളുകൾ കുടുങ്ങിയതായി സംശയം. കള്ളാടിയിലെ മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ അപകടത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിരവധി രക്ഷാസംഘങ്ങൾ സ്ഥലത്തെത്തി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടിയിലെ മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഒരു മൃതദേഹം ലഭിച്ചു. മണ്ണ് വലിയ തോതിലിടിഞ്ഞ് പാലത്തിലേക്ക് വീണതായാണ് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നതിനാൽ വ്യാപകമായ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അപകടത്തിൽ വാഹനങ്ങളും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. 5 പേരെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് പാലം അപകടാവസ്ഥയിലായതോടെ സമീപത്തെ വീടുകളിലുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. മേപ്പാടി ചൂരൽമല റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. കൽപ്പറ്റയിൽ നിന്ന് 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും കൂടുതൽ യൂണിറ്റുകൾ മേപ്പാടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. NDRF സംഘവും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മന്ത്രി T. സിദ്ദിഖ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കൊടുങ്ങല്ലൂർ അഴീക്കോട് അഴിമുഖത്ത് മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്നതിനിടെ വള്ളം ശക്തമായ തിരമാലയിൽപ്പെട്ട അപകടം. വള്ളത്തിനുള്ളിലേക്ക് തെറിച്ചു വീണ 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോവുകയായിരുന്ന ശിവശക്തി എന്ന വള്ളം അഴീക്കോട് അഴിമുഖത്തെ ശക്തമായ തിരയിൽപ്പെട്ട് മുകളിലേക്ക് ഉയർന്നു താഴുകയായിരുന്നു. ഈ സമയത്ത് വള്ളത്തിന്റെ മുൻഭാഗത്ത് നിന്നിരുന്ന തൊഴിലാളികളായ ജനാർദ്ദനൻ, കുഞ്ഞുമോൻ, അഭിലാഷ് എന്നിവർ നിലതെറ്റി വള്ളത്തിനുള്ളിലേക്ക് തന്നെ തെറിച്ചു വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ വള്ളത്തിലെ കമ്പിയിലും റോപ്പിലും ഇടിച്ചാണ് ഇവർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ജനാർദ്ദനന് മുഖത്തും കാലിലും പരിക്കേറ്റിട്ടുണ്ട്. മറ്റൊരു തൊഴിലാളിയുടെ കാലിന് ഒടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചികിത്സ തുടരുകയാണെന്നും സഹപ്രവർത്തകർ അറിയിച്ചു. ഇത് കയറി ചെന്നപ്പോൾ കുറച്ചുകൂടി ചെന്നപ്പോൾ 2 കട്ട വരവിൻ്റെ 2 കട്ടക്ക് എടുത്ത് വെള്ളം പൊക്കി അണിയൻ പൊക്കി തല്ലിയതാണ്. തല്ലിയ സമയത്ത് അണിയത്ത് 4 ആൾ ഞങ്ങളുണ്ടായാലും 3 ആളും അവിടെ തെറിച്ച് വീണ് കമ്പി റോപ്പ് വിടണ കമ്പട ഗ്യാപ്പിലേക്കാണ് ആൾ ജനാർദ്ദൻ എന്ന ആൾ വിട്ടുള്ളത്. അപ്പോൾ ആടിയും പല്ലൊക്കെ ആടിൻ്റെ ഇവിടെ നീളത്തിൽ കുറേ പൊട്ടിയിട്ടുണ്ട്. കാല് പൊട്ടിയിട്ടുണ്ട്. ആര്യക്കാരുടെ കാല് ഒടിയാൻ സാധ്യതയുണ്ട്. നീർദോഷമുണ്ട് കാലുമതി. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട്. അഴിമുഖത്ത് ശക്തമായ തിരമാലയും കടൽക്ഷോഭവും തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. തൃശൂരിലെ അമല, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിൽ ഒത്തുതീർപ്പില്ല. ശമ്പള വർധന അംഗീകരിച്ചെന്ന പ്രചാരണം തള്ളി ആശുപത്രി മാനേജ്മെന്റുകൾ രംഗത്തെത്തി. സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ മാത്രമേ പാലിക്കൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മാനേജ്മെന്റിനെതിരെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് UNA തീരുമാനം. അമല മെഡിക്കൽ കോളേജിൽ ശമ്പള വർധനയ്ക്ക് മാനേജ്മെന്റ് തയ്യാറായെന്നും സമരം അവസാനിച്ചെന്നുമുള്ള രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് അമല മാനേജ്മെന്റ് വ്യക്തമാക്കി.
നഴ്സുമാരുടെ ശമ്പള കാര്യത്തിൽ സർക്കാർ നിശ്ചയിക്കുന്ന പൊതു മാനദണ്ഡങ്ങൾ മാത്രമേ പാലിക്കുകയുള്ളൂവെന്നും ഇക്കാര്യത്തിൽ മുൻ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്നും അമല ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അധികൃതർ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടും മാനേജ്മെന്റുകൾ ആവർത്തിച്ചു. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും കഴിഞ്ഞ 3 മാസമായി സേവനത്തിന് ഹാജരാകാത്ത സമരക്കാരായ നഴ്സുമാർക്ക് പകരം പുതിയ ജീവനക്കാരെ നിയമിച്ചു തുടങ്ങിയതായും അധികൃതർ വ്യക്തമാക്കി. സമരം അവസാനിപ്പിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറാകുന്നവരെ നിലവിലുള്ള ഒഴിവുകൾക്കനുസരിച്ച് മാത്രമേ തിരിച്ചെടുക്കാൻ കഴിയൂവെന്നും സമരത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് പുനർനിയമിക്കാൻ നിലവിൽ സാഹചര്യമില്ലെന്നും മാനേജ്മെന്റ് അറിയിച്ചു. അതേസമയം മാനേജ്മെന്റിന്റെ കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിൽ സമരം ശക്തമാക്കാനാണ് UNA-യുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി അമല മെഡിക്കൽ കോളേജിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിക്കുമെന്ന് സംഘടനാ നേതൃത്വം പ്രഖ്യാപിച്ചു. മീഡിയ ടൈം, തൃശൂർ. ലോകകപ്പ് ഫുട്ബോൾ മത്സര സംപ്രേഷണ സമയത്തെ പവർ കട്ടിൽ പ്രതിഷേധിച്ച് AIYF മാള മണ്ഡലം കമ്മിറ്റി കുഴൂർ KSEB ഓഫീസിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. വേൾഡ് കപ്പ് സമയത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയ UDF സർക്കാർ തുലയട്ടെ. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടും ഇവിടെ UDF-ന്റെ വലതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന്റെ ഭാഗമായാണ് ഈ നയം നടപ്പിലാക്കുന്നത്. മഴയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. മഴയില്ലാത്തത് കൊണ്ട് റോഡിൽ ഈ പറയുന്ന ഒരു മന്ത്രി പറയാണ് മഴ പെയ്തത് കൊണ്ട് റോട്ടിൽ കുഴിയുണ്ടായി എന്ന്. അല്ലേ? മഴയുണ്ടായത് കൊണ്ട് റോട്ടിൽ കുഴിയുണ്ടായി എന്ന് പറയുന്നു. ഒരു മന്ത്രി പറഞ്ഞു മഴയുണ്ടായിട്ടും ഇവിടെ വൈദ്യുതി നമുക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മഴ നമുക്ക് ലഭ്യമായിട്ടില്ല എന്ന്. പലവിധ ഇടത് സർക്കാർ സമ്പൂർണ്ണ വൈദ്യുതീകരണം കൈവരിച്ച സംസ്ഥാനമായ കേരളത്തെ വീണ്ടും പവർ കട്ടിന്റെ ഇരുണ്ട കാലത്തേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ജനങ്ങളുടെ വൈദ്യുതി അവകാശം സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. AIYF മാള മണ്ഡലം പ്രസിഡന്റ് രമ്യ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ, PF ജോൺസൺ, ജോബി കാച്ചപ്പിള്ളി, അലി PK, സിജു സുകുമാരൻ, ഹിരൺ ഹരിദാസ്, അതുൽ PS, അപ്പു ഉരുണ്ടോളി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്ക്വയറിൽ അലങ്കാര പുഷ്പ ഫലവൃക്ഷ പ്രദർശനത്തിനും വിപണനത്തിനും തുടക്കമായി. കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയുടെയും സൗത്ത് സൺ അഗ്രികൾച്ചറൽ ഫാം മണ്ണൂത്തിയുടെയും ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിതമായ പച്ചക്കറികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു ഭരണസമിതി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള അത് മുൻക് കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ന് ഇവർ 10 ദിവസമാണ് ഈ നമ്മുടെ ഈ ചത്തുരത്തിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നാട്ടിൽ നമ്മൾക്കറിയാം ഇവിടെ ഒത്തിരി ഫലവൃക്ഷങ്ങൾ, അതായത് 300 ഫലവൃക്ഷ തൈകളുണ്ട്, പച്ചക്കറി തൈകളുണ്ട്. അതുപോലെ കാർഷിക മേഖലയ്ക്ക് വേണ്ട എല്ലാ മറ്റ് സാമഗ്രികളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നത്. ഇനിയും ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഇവിടെ എത്തിച്ചേരും. അപ്പോൾ അത് നമ്മുടെ നാട്ടുകാരെ എല്ലാവരും അതിനെ ഒരു സഹകരണം. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ K ഗീതാറാണി സൗജന്യ പച്ചക്കറി തൈ വിതരണം നടത്തി. ജനപ്രതിനിധികൾ, കർഷകർ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജൂലൈ 6 മുതൽ 14 വരെ എല്ലാ ദിവസവും പ്രദർശനവും വിപണനവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോണത്തുകുന്നിൽ 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര സ്വദേശി മണലിപ്പറമ്പിൽ ഷഫീറിന്റെ മകൻ സാരിസാണ് മരിച്ചത്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ആളുകൾ കുടുങ്ങിയതായി സംശയം. നിരവധി രക്ഷാസംഘങ്ങൾ സ്ഥലത്തെത്തി തിരച്ചിൽ ഊർജിതമാക്കി. കൊടുങ്ങല്ലൂർ അഴീക്കോട് അഴിമുഖത്ത് മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്നതിനിടെ വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് അപകടം. വള്ളത്തിനുള്ളിലേക്ക് തെറിച്ചു വീണ 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇതോടെ ന്യൂസ് ടീം സമാപിച്ചു. നമസ്കാരം.